ഫ്രണ്ട്സ് ഓഫ് ജീസസിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ജെറുസലേമിലുള്ള അർമോൺ ഹൻസീം എന്ന് പറയുന്ന സ്ഥലമാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നാൽ ജെറുസലേമിൻ്റെ വ്യൂ കാണുവാനായിട്ട് സാധിക്കും. പർവ്വതങ്ങൾ ജെറുസലേമിനെ ചൂഴ്ന്നു നിൽക്കുന്നത് പോലെ എന്ന് വചനത്തിൽ നാം കാണുന്നുണ്ട്. അത് യഥാർത്ഥത്തിൽ സത്യമാണെന്ന് നമുക്കിവിടെ നിന്ന് കാണുവാനായിട്ട് സാധിക്കും. ഈ മല കഴിഞ്ഞ് അടുത്ത മലയാണ് ജെറുസലേം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്നും ഇതിൻ്റെ താഴ്വാരത്തിലേക്ക് ഇറങ്ങിപ്പോകുന്ന വളരെ ദുർഘടമാണ്. ഇതിൻ്റെ താഴ്വാരത്തിൽ ചെന്നിട്ട് മുകളിലേക്ക് കയറുന്ന സ്ഥലമാണ് മോറിയ മല. ബെർഷേവയിൽ നിന്നും അബ്രഹാം ഇസഹാക്കുമായിട്ട് വന്ന് ഈ മലയുടെ താഴ്വാരത്തിൽ കഴുതിയെയും സേവകരെയും നിർത്തിയതിന് ശേഷമാണ് ഇസഹാക്കിനെ ബലി കഴിക്കുവാനായിട്ട് മോറിയ മലയിലേക്ക് കയറിപ്പോയത് എന്ന് പറയപ്പെടുന്നു. ഇത് വലിയൊരു ഗാർഡനാണ്. വളരെയധികം പച്ചപ്പുകൾ നിറഞ്ഞ് വളരെ മനോഹരമായ കുറേയേറെ സ്ഥലങ്ങൾ ഉള്ള ഈ ഗാർഡൻ വളരെ മനോഹരമാണ്, നമുക്ക് ആസ്വദിക്കുവാൻ സാധിക്കുന്നതുമാണ്. ഏറെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ സ്ഥലത്ത് നിന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് യേശുവിൻ്റെ പീഡാസഹന വഴികൾ, കടന്നുപോയ സ്ഥലങ്ങൾ, ദേവാലയങ്ങൾ എല്ലാം നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ വേറെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ സാധാരണ ഫങ്ഷനുകൾ നടക്കുന്ന ഒരു സ്ഥലമാണ് ഇത്. വിവാഹമാണ് കൂടുതലും നടക്കാറ്. വളരെ ശാന്തസുന്ദരമായ ഈ മലയുടെ നെറുകയിൽ നിന്ന് ജെറുസലേമിൻ്റെ ആ ഒരു വ്യൂവിൽ നിന്നുകൊണ്ട് വിവാഹമൊക്കെ നടക്കുന്നത് വളരെ ആസ്വാദ്യമാണ്. ഇത് ഒലിവ് മരമാണ്. ഈ ഒലിവ് മരത്തിൻ്റെ കായ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇത് ഏകദേശം വിളവെടുപ്പ് ആകാറായ കായകളാണ്. ഇത് ഇവിടെ ധാരാളമായിട്ട് കാണുവാനായിട്ട് സാധിക്കും. ഈ മനോഹരമായ ഗാർഡൻ കണ്ട് നിങ്ങൾക്ക് ആസ്വദിക്കാവുന്നതാണ്. ഇസ്രയേലിൽ ജോലി ചെയ്യുന്നവർക്ക് ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് ഇവിടം ചൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ വന്ന് ഈ പ്രകൃതി ഭംഗി ആസ്വദിച്ച് പോകുന്നത് നല്ലതാണ്. എല്ലാവരെയും ഇവിടേക്ക് സ്വാഗതം ചെയ്യുന്നു. ഫ്രണ്ട്സ് ഓഫ് ജീസസിൻ്റെ വീഡിയോകൾ കണ്ട് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും നന്ദി പറയുകയാണ്. കൂടുതൽ വീഡിയോകൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ഇവിടുത്തെ ഈ യുദ്ധസമാനമായ സാഹചര്യത്തിൽ അതിന് സാധ്യമല്ല. എങ്കിലും പരമാവധി ശ്രമിക്കുന്നതാണ്. എല്ലാവരുടെയും പ്രോത്സാഹനവും സഹകരണവും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി. താങ്ക് ഗോഡ്.